കല്യാണി ഈ വീട്ടിലെ വേലക്കാരിയായിരിക്കാം. പക്ഷേ നമ്മുടെ കൂടെ ഒരേ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാ. അതും നല്ലവണ്ണം പഠിക്കുന്നൊരു കുട്ടി. അവളെ പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇത് വളരെ മോശമായി പോയി. വൃത്തികേട് പറയരുത്. നിനക്ക് വൃത്തികേട് കാണിക്കാം. അതിവള് പറഞ്ഞതാണ് കുറ്റം. എടി, നിന്റെ മനസ്സിലിരിപ്പം നടക്കാൻ പോകുന്നില്ല. മഹിയെ വളച്ചെടുക്കാന്ന് വല്ല വിചാരവും നിനക്കുണ്ടെങ്കിൽ അതെങ്കി കളഞ്ഞേക്ക്. അവളുടെ ഒരു മാഷും കുട്ടിയും കളി. മഹി നിനക്ക് ഡ്രസ്സ് മേടിച്ചു തരാൻ പകരം നീ എന്താടി കൊടുത്തത്? അതെ, ഇത് മഹി സാർ വാങ്ങി തന്ന ഡ്രസ്സ് തന്നെയാ. ഞാൻ ചോദിച്ചിട്ട് തന്നതല്ല. എനിക്ക് സന്തോഷത്തോടെ തന്നു, ഞാൻ അത് വാങ്ങിച്ചു. ഒന്നും പകരം ചോദിച്ചിട്ടില്ല, കൊടുത്തിട്ടുമില്ല. നിങ്ങൾ കണ്ടിട്ടുള്ള ആണുങ്ങളെ പോലെ അത്ര നിലവാരമില്ലാത്ത ആളല്ല അയാള്. പിന്നെ ആ സാർ എന്നോട് എന്ത് ചോദിച്ചാലും ഞാനത് സന്തോഷത്തോടെ തന്നെ കൊടുക്കും. ആളെ മുട്ടിയ ചേരയും കടിക്കുന്നൊരു ചൊല്ലുണ്ട്. കടിക്കടി കാണട്ടെ. ദക്ഷേ, വലിച്ചു കീറടി അവളുടെ ഡ്രസ്. വേണ്ട, കോളേജിൽ വെച്ച് എന്റെ ദാവണി കീറിയത് വരെ ക്ഷമിച്ചോളാം ഞാൻ. ഇനി എന്നെ ഉപദ്രവിച്ചോ ഓടിച്ച കാരണം പൊളിക്കും ഞാൻ. നീ എന്താടി പറഞ്ഞത്? നീ ദക്ഷയെ തല്ലുവന്നോ? ഇവൾ ആരാ നിനക്കറിയോ? നിന്നെ പോലെ ആളെ കൊന്ന് ജയിലിൽ കിടക്കുന്ന കൊലയാളിയുടെ മോളല്ല. കേരളം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മോളാ. ഇപ്പൊ കാണിച്ചു തരാടി നിനക്ക്. അമ്മേ, അമ്മായി, ഓടി വാ. ദേ, ഈ അടുക്കളക്കാരി ദക്ഷയെ തല്ലുന്നു. അമ്മേ, ഓടി വാ. അമ്മായി, ഓടി വാ. അയ്യോ, വേഗം വാ. വച്ചിട്ടുണ്ടടി നിനക്ക്. എന്താ എന്താ മോളെ? എന്താ ചിന്നു? നിർത്ത്. എന്താ ഇവിടെ? എന്തിനാണ് നിലവിളിച്ചേ? ദേ, ഈ അടുക്കളക്കാരി ദക്ഷയുടെ കരണത്തടിച്ചു. എന്താ രമാദേവി ഇത്? എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? ആദ്യം ഒരു ജോലിക്കാരി വന്ന് എന്റെ കുഞ്ഞിന്റെ മേലെ ജ്യൂസ് കോരി ഒഴിച്ചു. ഇപ്പൊ ഒരുത്തി വന്ന് എന്റെ കുഞ്ഞിനെ അടിച്ചു. ഇത്രയ്ക്ക് അഹങ്കാരികളാണ് ഇവിടുത്തെ ജോലിക്കാരികള്. മാഡം, ഞാൻ ആരെയും തല്ലിയിട്ടില്ല. മിണ്ടിപ്പോവരുത്. ദക്ഷമോളെ, നീ എന്തിനാ തല്ലിയത്? അവളെ തല്ലാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? സത്യത്തിൽ ദക്ഷ ചെയ്ത പ്രവൃത്തിക്ക് ഞാൻ തല്ലേണ്ടതാ. പക്ഷെ ഞാൻ തല്ലിയിട്ടില്ല. അപ്പോ എന്റെ മോള് കള്ളം പറഞ്ഞു എന്നാണോ? അതെ, അനസൂയ പറഞ്ഞത് കള്ളമാ. എന്റെ മോളെ കള്ളിന്ന് വിളിക്കുന്നു. അവള് ജനിച്ചിട്ട് ഇന്ന് അവരെ കള്ളം പറഞ്ഞ് കേട്ടിട്ടില്ല. പേരിനെങ്കിലും കള്ളം പറഞ്ഞാൽ മതി എന്ന് ഞാൻ പലപ്പോഴും കൊതിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് സത്യവതിയാ എന്റെ മോള്. അമ്മയ്ക്ക് അമ്മയുടെ മോളെ കുറിച്ച് അറിയില്ലേ? അവളെ ആരെങ്കിലും അടിച്ചാ അവൾ അടിയും കൊണ്ട് വരും തോന്നുന്നുണ്ടോ? എനിക്കറിയാവുന്ന എന്റെ പെങ്ങള് അടിയും കൊണ്ട് വരില്ല. അത് കറക്റ്റാ. അപ്പോൾ അതിന്റെ അർത്ഥം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാണ്. അങ്ങനെ ഉണ്ടായാൽ തന്നെ അത് പരിഹരിക്കാൻ നാടിന്റെ ക്രമസമാധാനം നോക്കുന്ന ഞാനിവിടെ ഇല്ലേ?
അതല്ല സാറേ. ആ ഇത് മിക്കവാറും സാറിന് പോലീസിനെ വിളിക്കേണ്ടി വരും. പറ ചിന്നു, എന്താണ് സംഭവിച്ചത്? എന്റെ മകളുടെ വാക്കുകളേക്കാൾ വിശ്വാസം ഈ വേലക്കാരിയുടെ വാക്കുകളെയാണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ ഇരുഭാഗത്തുള്ള ന്യായങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. ഒരാളുടെ വാക്ക് മാത്രം കേട്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് നല്ലതല്ല. പറ ചിന്നു, എന്താ പറ്റിയത്? അനസൂയ എന്നോട് ഈ ഡ്രസ്സിന്റെ വില ചോദിച്ചു. എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇതെനിക്ക് മൈസാർ ഗിഫ്റ്റ് ആയിട്ട് തന്നതാ. ഓ, മഹി നിനക്ക് ഗിഫ്റ്റ് തന്നോ? അവൻ എന്തിനാ നിനക്ക് ഗിഫ്റ്റ് തന്നത്? മഹി, നീ എന്തിനാ ഇവൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തത്? നീ ഇങ്ങ് വാ. വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോ എല്ലാരും നല്ല ഡ്രസ് ഇട്ട് നിൽക്കണം. അതാണ് തറവാടിത്തം. ഈ വീട്ടിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന കുട്ടിയാണ് ചിന്നു. നമുക്ക് ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറില്ലേ? അങ്ങനല്ലേ സാറേ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുന്നത്? ജയരാമൻ പറഞ്ഞതാണ് ശരി. നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരിയുടെ ആത്മാർത്ഥതയെ നമ്മളെ കൊണ്ട് ആകുന്ന വിധം നമ്മളും അംഗീകരിക്കണ്ടേ? മഹിയും അങ്ങനെ ഒരു നല്ല കാര്യമാണ് ചെയ്തത്. അതിന് ഇത്രയും വലിയൊരു പൊല്ലാപ്പുണ്ടാക്കേണ്ട കാര്യം എന്റെ മകൾ ദക്ഷയ്ക്ക് ഉണ്ടായിരുന്നില്ല. കല്യാണി ഈ വീട്ടിലെ വേലക്കാരിയായിരിക്കാം. പക്ഷേ നമ്മുടെ കൂടെ ഒരേ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാ. അതും നല്ലവണ്ണം പഠിക്കുന്നൊരു കുട്ടി. അവളെ പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇത് വളരെ മോശമായി പോയി. ഇപ്പോൾ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് എൻ്റെ അനിയത്തിയുടെ പേരിൽ എല്ലാവരോടും ഞാൻ മാപ്പ് വയ്ക്കുന്നു. കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ഇവക്ക് കുട്ടിത്തം വിട്ട് മാറിയിട്ടില്ല. ഇവളെ സ്വന്തം വീട്ടിലെ കുട്ടിയായിട്ട് കരുതി ഇവളുടെ കുസൃതിക്ക് മാപ്പ് കൊടുക്കണം.